മതി. നിങ്ങളെ ചോദ്യം പ്രവാചകൻ പറയുന്നത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓക്കെ. ചെയ്യാത്ത ഒരു പാപമെങ്കിലും ഉണ്ടോ ഇസ്ലാം കൂട്ടുകാരെ എന്നാ ചോദ്യം. അതില് പിന്നെ മൂന്നാമത്തെ ചോദ്യം തോന്നുന്നത് 03 എന്ന് എഴുതിന്, കുഴപ്പമില്ല. പാപം എന്നുള്ളത് ഒരു തരത്തിൽ ആപേക്ഷികമാണ്. ഒരു പക്ഷെ നീ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ നമ്മൾ എന്തോ അർത്ഥത്തിൽ പിന്നെ എന്തെങ്കിലും സ്വാധീനത്താൽ നമ്മൾ വെറുക്കപ്പെട്ട ആളുകൾ ചെയ്തതെല്ലാം പാപമാണെന്ന് ഒരാൾ തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് നമ്മൾ അത് പുണ്യമാണെന്ന് പറഞ്ഞാലും അവർക്ക് പാപമായിരിക്കും. ഒരു തരത്തിൽ ആപേക്ഷികം, സത്യത്തിൽ ആപേക്ഷികമല്ല അതിന്റെ, പക്ഷെ ആപേക്ഷികമാണത് പാപം എന്ന് പറയുന്നതും. അപ്പോൾ നമുക്ക് വെറുപ്പുള്ള, നമുക്ക് വിരോധമുള്ള ആളുകൾ പുണ്യപ്രവൃത്തി ചെയ്താലും അത് പാപമായിട്ട് വ്യാഖ്യാനിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ ചെയ്യാത്തൊരു പാപമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഈ വെറുപ്പും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിദ്വേഷമൊക്കെ അതിൽ അന്തർലീനാണ്. അത് വരികൾക്കിടയിൽ വായിക്കണം എന്നില്ല, അത് പ്ലെയിൻ ആയിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ചോദ്യം പിന്നെ വളരെ അപകടം പിടിച്ച ചോദ്യമാണെങ്കിലും ഉത്തരം സിമ്പിൾ ആണ്. പ്രവാചകൻ ചെയ്യാത്ത പാപം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മനുഷ്യനാണ്, നമ്മളറിയാം. പ്രവാചകൻ മനുഷ്യരിൽ നിന്നും വന്നിട്ടുള്ള മൗസൂമായിട്ടുള്ള അല്ലെങ്കിൽ പാപം ചെയ്യാൻ പ്രവാചകൻ പിന്നെ പ്രവാചകന്മാരിൽ തന്നെ പിന്നെ എന്താ പറയാ മൗസൂമികൾ എന്ന് പറയും. അതായത് പിന്നെ ദൈവികമായിട്ടുള്ള സംരക്ഷണത്തിൽ നിന്ന് അങ്ങനെ, അതുകൊണ്ടാണ് പ്രവാചകന്മാരായത്. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, അങ്ങനെ വന്ന ആളുകളാണ്. അപ്പൊ അതാണ് പിന്നെ അതിന്റെ ഉത്തരമെങ്കിലും നിങ്ങളുടെ ചോദ്യത്തിൽ ഒരു തരത്തിലുള്ള വെറുപ്പിന്റെയൊക്കെ അംശലേശങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ എത്ര പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം. അതായത് പാപം ഒരു തരത്തിൽ ആപേക്ഷികമാണ്. അതുകൊണ്ട് ആപേക്ഷിക ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിപ്തപ്പെടുത്തി ഉത്തരം പറഞ്ഞാലും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഈ ഉത്തരം ഇതാണ്: പ്രവാചകൻ പാപം ചെയ്യുന്നില്ല. കാരണം മൗസൂമിങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അതൊരു ടെർമിനോളജി അല്ലെങ്കിൽ ഒരു സാങ്കേതിക പദമാണ്. പാപസുരക്ഷിതരാണ് അവർക്ക്. കാരണം പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവികമായിട്ടുള്ള അവർക്ക് ഇത് കിട്ടും. പക്ഷെ ഈ ഉത്തരത്തിൽ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തൃപ്തിപ്പെടുത്തണം ഈ ചോദ്യം ചോദിച്ചവരുടെ ഉദ്ദേശം അതാണെങ്കിൽ അതിന് നമുക്ക് നിർവാഹമല്ല എന്നുള്ളതാണ്. കാരണം അത് ആപേക്ഷികമാണ്. ഇതാണ് എന്റെ ഉത്തരം. സോൾജറെ ഞാനൊന്ന് ചോദിച്ചോട്ടെ? അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചത് ഞാൻ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കാം, എന്തെങ്കിലും മനസ്സിലായോ? അല്ല, അതിലേക്ക് ഞാൻ വരുന്നത്. ഈ ആപേക്ഷികം എന്നുള്ളത് താങ്കൾ എന്താ ഉദ്ദേശിച്ചേ? പാപം ആപേക്ഷികമാണല്ലോ. പാപം ആപേക്ഷികമാണ്. ആപേക്ഷികം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആപേക്ഷികം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ശരിയാവണമെങ്കിലും അതായത് ഓരോ വ്യക്തികൾക്കനുസരിച്ചിട്ടുള്ള ഇതിന്റെ ഇത് മാറും. ഇപ്പൊ ഒരാൾക്ക് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാണുന്നത് മറ്റൊരാൾക്ക് പാപമായിട്ട് തോന്നാം. അതാണ് ആപേക്ഷികം. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് ചെറിയ ആപേക്ഷികത ഉണ്ടാവും. ആപേക്ഷികത എന്തായാലും പറയാം. ഒരാൾക്ക് ഇപ്പോൾ ഒരു ടൈം, ഒരു മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യണത് എനിക്ക് പെട്ടെന്ന് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത പോലെ തോന്നും. പക്ഷെ മറ്റൊരാൾക്ക് ഒരു ദിവസം പോലെ തോന്നും. അതൊക്കെ ഒരു ആപേക്ഷിക. സത്യത്തിൽ ഒരു മണിക്കൂറാണ് രണ്ടുപേരും സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ ഒരു സംഗതി നോക്കി കാണുമ്പോൾ അത് ശരിയോ തെറ്റോ ആണെങ്കിലും ഒരാളെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കും, മറ്റൊരാൾക്ക് അത് ശരിയായിരിക്കും. അപ്പൊ ആ ഒരു ആപേക്ഷികത. ഓക്കെ, ഭയങ്കരം തന്നെ. മുഹമ്മദ് പാപം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് എനിക്ക് അതെ, മനസ്സിലായില്ല. അല്ല, മനസ്സിലായതിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് അന്നേരം ഇപ്പൊ പാപം ചെയ്തിട്ടേ ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. പാപം ആപേക്ഷികമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളോട് അത് പറഞ്ഞതുകൊണ്ട് കാര്യം ഉണ്ടാവുന്നില്ല. കാരണം എന്താണ് പാപം? നിങ്ങളോടും ചോദിക്കണം, എന്താണ് പാപം? ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നതാണ് പാപം. അങ്ങനെയാണെങ്കിൽ ചെയ്തിട്ടില്ല എന്നല്ല. അപ്പൊ എന്താണ് അതോടൊപ്പം തന്നെ ചോദിക്കണ്ടേ, എന്താണ് ദൈവഹിതം? ദൈവഹിതം വെച്ചാൽ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകൾക്ക് വിപരീതമായിട്ട് ചെയ്യുന്നതാണ് ദൈവഹിതമല്ലാത്തത്. അല്ല, സംഭവം എനിക്ക് പിടികിട്ടി, ഞാൻ പറഞ്ഞുതരാം. ശരിയാണ്. എന്നാ തിരികെ സംസാരിച്ചു. ഓക്കെ, ശരിയാണ്. ഒരു മിനിറ്റ്. വാറൂസ, ഞാൻ സംസാരിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല, ഇല്ല. ഓക്കെ. അല്ല, ഈ ദൈവഹിതം എന്ന് പറയുന്നത് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകൾക്ക് വിപരീതമായിട്ട് ചെയ്യുന്നതിനെയാണ് ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. അന്നേരം എന്റെ ചോദ്യം, ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും പ്രവൃത്തി മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങൾ പറഞ്ഞ ഈ ഒരു ഇതാണോ ദൈവഹിതത്തിൽ? അത് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞല്ലോ, ദൈവഹിതത്തിനെ നിങ്ങൾ വ്യാഖ്യാനിച്ചു. ഈ വ്യാഖ്യാനം ആണ്, അതിലേക്ക് ഒന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല എന്ന് ഈ പാനലിലുള്ള എല്ലാവരും സമ്മതിക്കോ? എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം അതാണ്, നിങ്ങളുടെ ദൈവഹിതം എന്ന വ്യാഖ്യാനത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുപോലെ
നിങ്ങളോട് യോജിപ്പുള്ളവരാണോ ഇതിൽ കൂടുതൽ വിയോജിപ്പുള്ളവരോ? അതിൽ നിങ്ങൾ ഈ പറഞ്ഞ ദൈവികതം എന്ന ഒരൊറ്റ അല്ല, ക്യാപ്ഷൻ താങ്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന കാര്യം തന്നെയായിരിക്കുമോ? മുസ്ലിങ്ങൾ അത് പോയിട്ട് എന്റെ പിന്നെ വീട്ടുകാർ തന്നെ അംഗീകരിക്കണം എന്നില്ല. അത് മനുഷ്യനാകുമ്പോൾ ഇല്ല. അല്ല, സ്വാഭാവികമായിട്ടും അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാവും. അല്ലെ എന്റെ നേരെ വരുമ്പോഴത്തേനും എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. താങ്കളോട് ചോദിക്കുമ്പോഴത്തേക്കും പറയാം വീട്ടുകാർ പോലും അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, അത് ഇപ്പൊ ആ ഖുറാന്റെ അകത്ത് 47:19 പറയാണ്, നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്ക് വേണ്ടിയും. ഇതാ എന്ത് പാപമാണ് ഈ പാപം? ഇതെന്താണ് മുഹമ്മദ് ചെയ്തത്? ഇതാണോ നിങ്ങളെ പ്രശ്നം? ആ ആയത്താണോ നിങ്ങൾ ആ, അലട്ടുന്ന അതേന്നെ. പ്രശ്നം? ആ ആയത്ത് മാത്രമല്ല, കുറെ ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. മുഹമ്മദ് പാപമോചനത്തിന് വേണ്ടി നിലവിളിച്ച ഹദീസുകളും ഉണ്ട്. അതാണ് നിങ്ങളെ പിന്നെ വല്ലാതെ കിന്നനാക്കിയത്, ഭയങ്കര അതെ, വിഷമത്തിലാക്കിയത്. മുഹമ്മദ് മഹാപാപിയാണെന്ന് തെളിയിച്ച അതാണ്. അതാ ഞാൻ പറയണത്. പാപം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിലൂടെ കാണുന്ന പാപം എന്റെ കണ്ണിലൂടെ പാപം ആവണമെന്നില്ല, ശരി, ആവാതിരിക്കും എന്നാ ചെയ്യാം. താങ്കളുടെ കണ്ണിലൂടെ കാണുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. അല്ല, ഞാൻ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കഷൻ അതാണല്ലോ, പ്രവാചകൻ ചെയ്യാത്ത ഒരു പാപമെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അതെ. പറയുന്നത് ചെയ്തത് മുഴുവൻ പാപമാണെന്നുള്ള ധ്വനി അതിലുണ്ട് അല്ലേ? അല്ല, ധ്വനിയല്ല, ഉറപ്പാണ് പറയുന്നത്. ധ്വനി ആ എന്തിനാ വെക്കുന്നത്? അല്ല, ആ മുഹമ്മദ് ഉറപ്പ് മഹാപാപിയാണെന്നാണ് ഉറപ്പിക്കുകയല്ലേ? ആ ഉറപ്പ് ആ, കുറുപ്പിന്റെ ഉറപ്പാണ്, നിങ്ങളെ ഉറപ്പാണ്. ഈ ആ, കുറുപ്പിന്റെ ഉറപ്പ് എല്ലാവർക്കും ഉറപ്പാവില്ല. അതുപോലെ നിങ്ങളുടെ ഉറപ്പ് അത് എല്ലാവരും ഞാൻ അങ്ങനെ ഒരു ആവണം ഭാര്യ വിചാരിക്കരുത്. അല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ അല്ല ഏർപ്പെടുന്നത് നിങ്ങൾ പാപമാണോ അല്ലയോ? അല്ല നിങ്ങൾക്ക് ഇപ്പൊ അതാണ് അതേ പറയണത്. നിങ്ങളുടെ വിഷയം എന്ന് ഞാൻ പറയുന്നത് ചോദിച്ചതിന് മറുപടി തരൂ. ഭാര്യ അല്ലാത്ത അല്ല ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണോ അല്ലയോ? പക്ഷെ ഈ ചോദ്യത്തിന് ഒരു പാപമെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിനർത്ഥം ആ, ചെയ്ത മുഴുവൻ. അപ്പൊ ഈ പറഞ്ഞ അത് ഒരുപാട് ചെയ്തത് കാര്യങ്ങൾ മുഴുവൻ ഈ മുഹമ്മദിന്റെ 63 പ്രവാചകത്വം തുടങ്ങിയതിന് ശേഷം മുഴുവനും പാപിയാണെന്നേ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. എന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് മഹാപാപിയാണ്. ഞാൻ ചോദിക്കുകയാണ്, മുഹമ്മദ് ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണോ അല്ല, അല്ലയോ? പറ. എന്നിട്ട് നിങ്ങൾ നേരെ കടക്കുന്ന ഈ വിഷയത്തിലേക്കാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ അല്ല അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലായോ? നിങ്ങൾ ഇത് ഇന്നോ ഇന്നലെ അജിത് ബ്രദർ തുടങ്ങിയല്ല. ഒരു നിങ്ങൾ ചോദിച്ച താല്പര്യമുള്ള ചോദ്യം വിഷയം മനസ്സിലായോ? ചോദ്യം മനസ്സിലായി. ഞാൻ പറഞ്ഞ നിങ്ങൾ എന്താ ഈ ഏതിലേക്കാണ് ഏത് ഇതെന്താ അതിന് റൂട്ടിലൂടെ ഉത്തരം കൊടുക്കാതെ കൊണ്ടുപോകാന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചോദ്യം നിങ്ങള് എന്തായിരുന്നു? ഒന്ന് നിങ്ങ റിപ്പീറ്റ് ചെയ്യാം. ചോദ്യം ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോ നിങ്ങൾ അതിലേക്കല്ല വന്നത്, അല്ല, ആ ചോദ്യം അജീഷ് ഉത്തരത്തിലല്ല ബ്രദർ ചോദിച്ച വന്നത്. ചോദ്യം നിങ്ങൾ എന്തായിരുന്നു? ഒന്ന് അടുത്ത റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഉപചോദ്യം പോലെ പിള്ളേരങ്ങയൊക്കെ നിങ്ങൾ അച്ചടിച്ചു വെച്ച അല്ല, നിങ്ങളിപ്പോ രണ്ടാമത് ഈ പോകുന്ന വിഷയം ഞാൻ അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു അതിലൊരു 4-5 സുഹൃത്തെ, ഉപചോദ്യങ്ങൾ നിങ്ങൾ അത് ഈ കാട് ഇതിൽ കയറി പോകട്ടെ. കെട്ടിപ്പിണഞ്ഞ് നിങ്ങൾ കിടക്കും. ഈ കാട് അല്ല കയറാതൊന്നും സമയമില്ലെന്ന് കെ തോന്നുന്നു. പി കാട് കയറാനുള്ള വിഷയം ഞാൻ ഇത്ര ചോദിച്ചുള്ളൂ. മുഹമ്മദ് ഇവിടെ ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് പറഞ്ഞ എന്താണ്? ഉത്തരത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? മുഹമ്മദ് ഞാൻ ചെയ്യാത്ത പറഞ്ഞ ഒരു ഉത്തരത്തിൽ നിങ്ങൾ വന്നില്ല. പാപമെങ്കിലും ഉണ്ടോ ഇസ്ലാമിൽ? അപ്പൊ അതെ, താങ്കൾ വന്നിട്ട് അത് ഞാൻ പറഞ്ഞു, ഉത്തരം പറഞ്ഞു. ഞാൻ ഉത്തരം പറഞ്ഞു ആ, അതിന്. അതിന് നിങ്ങൾ എന്താ ആ എന്താണ് പറഞ്ഞത്? ഉത്തരത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഞാൻ പറഞ്ഞ ഉത്തരം പറഞ്ഞു. ആ ആപേക്ഷികമായിട്ടുള്ള ഉത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു. തന്നെയാണ് ചോദിക്കുന്നത്, മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടെ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ എന്റെ ചോദ്യം, മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഞാൻ മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഒരു മനുഷ്യ പ്രവാചകനാണ്. ആ, മനുഷ്യനായി വന്ന് പിന്നെ പ്രവാചകത്വം ലഭിച്ച വ്യക്തിയാണ്. ആ, എന്ന് ഇരുന്നാൽ പോലും അജിത് ബ്രദറെ ഒരു വാക്ക് പറയട്ടെ. പ്രവാചകന്മാർ എന്ന് പറയുന്നത് അജിത് ബ്രദറെ പ്രവചനം ഒരു അച്ഛൻ കഴിയുമ്പോൾ ഇടപെടല്ലേ? അച്ചങ്കുച്ച അല്ല ഒരു വാക്കൊന്നും പറഞ്ഞോട്ടെ. ഒരു വാക്ക് അച്ഛാ ഇപ്പൊ ഒന്നും പറയണ്ട, ഇപ്പൊ സോൾജർ ഒന്നും ബ്രദറെ പറയണ്ട, അത് മാത്രം, കഴിഞ്ഞിട്ട് വേറെ പറഞ്ഞാൽ ആരും മതി. അല്ലല്ല വേറെ ആരും മൈക്കെടുക്കണ്ട. സോൾജർ ബ്രദർ അത് നിയന്ത്രിച്ചോളൂ. ആര് പറയുന്ന മൈക്കെടുക്കണമെന്ന് സോൾജർ ബ്രദർ പറയും. അത് അതിനിപ്പുറം ഒരൊറ്റ തീരുമാനിച്ചോളൂ. ആളും കൂടി നമുക്കത് അതിന്റെ ഫ്ലോ മൈക്കെടുക്കരുത്. പോവാണ്. നമ്മുടെ ഈ ഓക്കെ. ചർച്ച പോകും. നിങ്ങളെ നിങ്ങൾ ഇതില് ബ്രദർ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ അത് ആദ്യം ഏതൊക്കെ ആ, ബ്രദർ ഉണ്ട്. ഉള്ളത് എന്നുള്ളത് ഒന്ന് ബ്രദറെ ഉറപ്പ് വരുത്തിയിട്ട് സംസാരിക്കും. ബോസേ, നിങ്ങൾ ആരൊക്കെ ഉള്ളത് ആ പാനലൊക്കെ ഒന്ന് ആരൊക്കെ ഉണ്ടോ? നിങ്ങൾ പേടിച്ചോ? അല്ല, ഞാൻ നമ്മൾ ഞങ്ങൾ ഇവിടെ നിങ്ങൾ ഉള്ളവരെല്ലാം ചോദിച്ചോളാം. പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾക്കറിയാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഞങ്ങൾ എല്ലാവരും നിങ്ങൾ ഏതൊക്കെ വ്യക്തിപരമായിട്ട്, ബ്രദർ ഉണ്ടോ അല്ല എന്ന് കെ പി ചോദിക്കുന്നുണ്ട്. ആരോ കെ പേടിച്ചു പി പോകുന്നതിന്. കെ പി അങ്ങനെ പേടിക്കൊന്നും വേണ്ട. വ്യക്തിപരമായിട്ട് ഇത് ഇല്ല, ആരും ഒരു പേടിക്കുന്നില്ല. എന്താ കാരണം ഞങ്ങൾ ആ ആരും അരക്ക് ബോംബ് കെട്ടിയിട്ടില്ല, അതുകൊണ്ട് പേടിക്കണ്ട. കെ പിയോട് ഞാൻ ചോദിച്ചത്, കെ അതാ പി പറഞ്ഞ നിങ്ങളുടെ ഉത്തരം മുൻവിധി പ്രകാരമാണ് അതാണ്. ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കെ പി ഒരു മുഹമ്മദ് പാപം അല്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയൂ. നിങ്ങളിപ്പോ ഈ പ്രസ്താവന പറഞ്ഞല്ലോ, ബോംബ് കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ മുൻവിധി എന്ന് പറയുന്നത് ഇതുപോലെ മുസ്ലിം പേരുള്ള ആളുകളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. അപ്പൊ അതുകൊണ്ട് അല്ല, ഞാൻ അവിടെ ഒരാൾ പറഞ്ഞു ഇത് ബ്രദർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു, അതുകൊണ്ട് പറയുന്നതാണ്, പോട്ടെ. ആ, എല്ലാരും അപ്പൊ ഉണ്ട്, നിങ്ങൾ പറ. ചോദ്യം ആ ഉം. അപ്പൊ ഞാൻ പറഞ്ഞു മുഹമ്മദ് പ്രവാചകൻ പാപം ചെയ്തിട്ടുണ്ടോ? മനുഷ്യ സഹജമായിട്ടുള്ള പാപം ചെയ്തിട്ടില്ല. പാപം എന്ന് അതാ ഞാൻ ചോദിച്ചത്. പാപം ചെയ്യാന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു എന്ത് പാപമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഈ പറഞ്ഞു. അങ്ങനെ അതെ. ഒരാളുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ നമ്മളൊരു അപ്പൊ പിന്നെ കുടം താങ്കളും അല്ലെങ്കിൽ ഒരു അംഗീകരിച്ചു. കലം. അതിപ്പോ ഇല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആ പറഞ്ഞു മുഹമ്മദ് ജീവിതത്തിൽ പാപമേ ചെയ്തിട്ടുള്ളെന്ന് പറഞ്ഞപ്പോ താങ്കൾ പറഞ്ഞു ഇനി ഞാനുമായിട്ട് സംസാരിക്കണം, കാരണം ഞാൻ പറഞ്ഞതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് അർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ താങ്കൾ റെഫ്യൂട്ട് അല്ലല്ല അത് ചെയ്തിട്ടില്ല വ്യത്യാസം എന്നുള്ളത്. എനിക്ക് മനസ്സിലാവില്ല. അതായത് ഒരു കുടം അല്ലെങ്കിൽ കലം കമിത്തി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? അതിൽ വെള്ളം കയറുന്നില്ല എന്ന് വിലപിച്ചിട്ട് കാര്യമുണ്ടോ?
അല്ല അതിൽ ആദ്യം ഒരു കലം കാര്യമുണ്ട്. കുടം നിർത്തി വെക്കൂ. കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. കാരണം നല്ല ചെറിയ ചീരയുണ്ടല്ലോ, ചീരക്കൊക്കെ ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെ അറിയാം? കുടം കമത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുക. എന്തുകൊണ്ടാ അറിയോ? കുത്തി പോയി വെള്ളം വീണിട്ട് അതിന്റെ മൂട് പറയാതിരിക്കാൻ. അങ്ങനെ ആ ഉപകാരം കുടത്തിനുണ്ടെന്നേ. അതുകൊണ്ട് ആ കെ പിയോട് ഞാൻ ചോദിച്ചതിന് മറുപടി, പക്ഷെ മുഹമ്മദ് അതുകൊണ്ട് പാപം അതിനോട് ചെയ്തിട്ടുണ്ടോ ചീരയ്ക്ക് വെള്ളം ഇല്ലയോ? കിട്ടുള്ളൂ. അതുകൊണ്ട് ചീരയ്ക്ക് വെള്ളം കിട്ടുള്ളൂ. ആ കലത്തിൽ വെള്ളം കയറിയില്ല. കലത്തിൽ വെള്ളം കലത്തിലേക്ക് നിറയില്ല. വെള്ളം ഒഴിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞ. നിങ്ങളെ ചീരയ്ക്ക് വെള്ളം കിട്ടാൻ വേണ്ടി കുടവും കൊണ്ട് അങ്ങനെ ഉപയോഗമുണ്ട്. ഇപ്പൊ കെ പിയോട് ഞാൻ ആ ചോദിച്ചതിന് മറുപടിയാ, അത് മുഹമ്മദ് അത് പാപം ഇപ്പൊ ഈ ചെയ്തിട്ടുണ്ടോ പറഞ്ഞത് ഇല്ലയോ? കറക്റ്റാ. ഇപ്പൊ ഇവിടെയും നിങ്ങളുടെ തലയിലേക്ക് വെള്ളം കയറൂലെങ്കിലും അല്ലെങ്കിൽ ഈ ആശയം കയറൂലെങ്കിലും അതിൽ നിന്നും ചിതറി ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം എന്ന് നമ്മൾ അത് പ്രത്യേകം തന്നെ, ആ പ്രകടിപ്പിക്കുകയാണ്. ഉപകാരപ്പെടാൻ വേണ്ടിയാണ് കെ പിയോട് ഞാൻ ചോദിക്കുന്നത്. കെ പി ആ ഒന്ന് പറഞ്ഞേ, മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞ നിങ്ങളോട് പിന്നെ പാപ സുരക്ഷിതത്വൻ, അത് മസൂം എന്ന് പറയുന്ന ഒരു ടേമിലാണ് നമ്മൾ കാണുന്നത്. അതായത് പിന്നെ പ്രവാചകൻ പിന്നെ മനുഷ്യ സഹജമായിട്ടുള്ള പാപല്ല, മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ ചെയ്തിട്ടില്ല. പാപങ്ങൾ ചെയ്തിട്ടില്ല. എന്താണ് ഇസ്ലാമിലെ പാപങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറഞ്ഞു കെ പി. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഉത്തരം നിങ്ങൾ തൃപ്തിയായോ? ഇല്ല, കാരണം താങ്കൾ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചത്. താങ്കൾ എന്നോട് ചോദിച്ചല്ലോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എന്താ പാപം എന്ന്. ഞാൻ അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കാണ്. കെ പി എന്ന് പറയും ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് എന്താണ് പാപം? അപ്പൊ പിന്നെ അതിൽ തന്നെ ഈ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചു, ഞാൻ പറഞ്ഞു ഈ പാപം ഇസ്ലാമിന്റെ എന്നത് വിശ്വാസം അനുസരിച്ച് ഇസ്ലാം ഖുറാനും ഹദീസുകളും ഇസ്ലാം മുഹമ്മദിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന, ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമായ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ആ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് പാപം? ഓക്കെ അതൊന്ന് പറ. ഓക്കെ അത് മനസ്സിലായി. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഒരു ഐഡിയോളജിയാണ്, ഒരു ദർശനാണ്. അതിനെ ഞാൻ വ്യാഖ്യാനിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതും നിങ്ങൾ മനസ്സിലാക്കിയതും എല്ലാവർക്കും തുറന്ന പുസ്തകമാണ്, എല്ലാവർക്കും വായിച്ചത്. അതിൽ വ്യത്യസ്തത ഉണ്ടാവും. വ്യത്യസ്തത ഉണ്ടാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പം ഏത് ആശയമായാലും ഒരു ഐഡിയോളജി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ആണ് ഇസ്ലാമിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു ഐഡിയോളജി. വിശ്വാസപരമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഐഡിയോളജി എന്നുള്ള നിലയിൽ മറ്റുള്ളതൊക്കെ പുരോഹിതന്മാരും പൗരോഹിത്യം കഴിഞ്ഞ കാർന്ന് തിന്നു അതിനെ നശിപ്പിച്ചു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സങ്കടം ഉണ്ട്. എന്നാലും അത് പിന്നെ ദുര്യോഗം, അതായത് ചരിത്രത്തിന്റെ ഒരു നിയോഗമായിരിക്കും, പോട്ടെ. അപ്പൊ ഈ ഒരു ഐഡിയോളജി എന്നുള്ളതിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ ഇപ്പോ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചാലും മറ്റൊരാൾ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചാലും അത് ഏത് ദർശനത്തെ ആയാലും വ്യാഖ്യാനിക്കുമ്പോൾ എന്റെ പരിമിതി അതില് പ്രകടമായിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു കടൽ, ഇപ്പൊ നിങ്ങൾ പരിമിതി കടലിനെ വെച്ച് പറ്റി പറഞ്ഞാൽ പറഞ്ഞിട്ട് മതി. ഇസ്ലാമിൽ എന്താണ് പാപം? അതെ ഞാൻ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ ഒറ്റവാക്കായിട്ട് മാറൂല. കാരണം വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ എന്റെ ബോധ്യങ്ങളാ ഞങ്ങളോട് പറയാം. ഇപ്പൊ ഒരു ആള് നിങ്ങളോട് ഇപ്പൊ കടൽ എന്താന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഈ അച്ഛൻ കുഞ്ഞിനോട് സാറോട് ചോദിച്ചു, അല്ലെങ്കിൽ ബാറോ ആരാണത് ബോബി ചേട്ടനോട് ആരുണ്ടെങ്കിലും കടലിനെ പറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂര്യനെ പറ്റിയൊക്കെ ചോദിച്ച് അവർ വർണ്ണിച്ചാൽ അത് ഓരോരുത്തർ വർണ്ണിക്കുമ്പോഴും അതിൽ ചെറിയ അല്ലറ ചില്ലറ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു ശരിയായിരിക്കും. അതായത് ബേസിക്കലി എന്ത് ശരിയായിരിക്കും. മാറ്റം ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ പാപം എന്താണെന്നൊന്ന് പറഞ്ഞേ കെ പി. അതേ പറഞ്ഞു. ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഇപ്പൊ ഇത് തുറന്ന പുസ്തകമായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാം. നിങ്ങൾ അതെ, മനസ്സിലാക്കുന്നതായിരിക്കാം നിങ്ങൾ ഞാൻ തുറന്ന മനസ്സിലാക്കുന്നത്. പുസ്തകത്തിൽ നിന്ന് ആ തുറന്നു വെച്ചിരിക്കുന്നിടത്തൊന്ന് പറഞ്ഞു ഇസ്ലാമിലെ പാപം എന്താണെന്ന് പറഞ്ഞു. പാപത്തിന്റെ ഇസ്ലാമിന്റെ വാക്കിൽ തന്നെ അതുണ്ട്. മഅറൂഫ് മുൻകർ എന്ന് പറയും. മുൻകർ എന്ന് പറഞ്ഞത് മഅറൂഫ് എന്ന നന്മ, മുൻകർ എന്ന് പറഞ്ഞാൽ അത് തിന്മ എന്നാണ്. തിന്മ എന്ന് പറഞ്ഞാൽ മുൻകർ എന്ന് പറയുന്നത് മറച്ചു ഇസ്ലാമില് വെക്കുന്നത്. എന്താണ് തിന്മ അതൊന്ന് പറഞ്ഞു. അത് പിന്നെ മുൻകർ മഅറൂഫ് അതിന്റെ മാന അല്ലെങ്കിൽ അതിന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം നോക്കിയാൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ, സിമ്പിൾ അത് പരിപാടി. പറയുന്നേ, ഇസ്ലാമിൽ എന്താണ് പാപം എന്ന് പറ. ഇസ്ലാമിൽ എന്താണ് പാപം? ഇസ്ലാമിലല്ല, മനുഷ്യകുലത്തിന് എന്താണോ പാപം അതൊക്കെ ഇസ്ലാമിലും പാപമാണ്. താങ്കളിപ്പോ മനുഷ്യകുലം അവിടെ നിക്കട്ടെ, ഞാൻ ഇസ്ലാമിനെ പറ്റി അറിയാൻ വേണ്ടി. ഇസ്ലാമിൽ എന്താണ് പാപം? ഇസ്ലാം അഡ്രസ് ചെയ്യുന്നത്, ഇസ്ലാം അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യരെയാണ്, ശരി, മനുഷ്യകുലത്തെയാണ്. മനുഷ്യർ കുലത്തിൽ എന്താണ് ഇസ്ലാം മനുഷ്യകുലം മാത്രമല്ല, വെച്ചിരിക്കുന്ന പാപം? ജിന്നുവർഗത്തെ മനുഷ്യർക്ക് വേണ്ടി എന്താണ് ഇസ്ലാം വെച്ചിരിക്കുന്ന പാപം? അല്ല, ഞാനേ സാന്ദർഭികമായിട്ട് പറയാണ്. ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ജിന്നുവർഗത്തോടും ഉണ്ട്, അത് പറഞ്ഞാൽ ഇവിടെ അത്ര പ്രസക്തല്ല. അത് ജിന്നിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജിന്നിനെ അങ്ങോട്ട് മാറ്റി പോയി, പാവപ്പെട്ടവർ അങ്ങോട്ട് പോട്ടെ. നമുക്ക് ഈ മനുഷ്യകുലത്തിന് വേണ്ടി എന്താണ് ഇസ്ലാം വെച്ചിരിക്കുന്ന പാപം പറഞ്ഞേ. പാപം എന്ന് പറയുന്നത് നന്മക്ക് വിരുദ്ധമായിട്ടുള്ളത് എന്തോ അതൊക്കെയും പാപമാണ്. അപ്പൊ എന്താണ് നന്മയ്ക്ക് വിരുദ്ധമായി ഇസ്ലാം കണ്ടിട്ടുള്ള പാപങ്ങൾ എന്തൊക്കെയാ? അതങ്ങനെ എണ്ണി പറയുക ചെയ്യുക. അതായത് ആ സന്ദർഭം ഒന്ന് രണ്ടെണ്ണമൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ സന്ദർഭത്തിനനുസരിച്ച് വേണ്ട, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഒരു ജീവിതത്തിൽ എന്തൊക്കെയുള്ള അല്ല, ഈ പ്രകൃതി വിരുദ്ധമായ, മാനവ വിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായിട്ടുള്ള എന്തും പാപമാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ,
ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പൊ ഈ ഉം. ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണോ അല്ലയോ? അത് ഉറപ്പാണ്, പാപാണ്. പാപമാണ്. അതിപ്പോ മുഹമ്മദ് പാപിയാണോ? അല്ല അല്ല. അല്ല മുഹമ്മദ് എന്താണ് പാപം ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ എത്തുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ. ഞാൻ അല്ല താങ്കളോട് ചോദിച്ചു ആ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പാപമാണോ എന്ന് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു പാപമാണെന്ന് പറഞ്ഞു. മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിപ്പോ മുഹമ്മദ് പാപിയാണ്, മഹാപാപിയാണ്, താങ്കളും അംഗീകരിച്ചു. ഇനി ഒന്ന് പറയട്ടെ. ഈ പറഞ്ഞു. അതൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങളെ പറഞ്ഞ നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രമാണം എടുത്തു വരും. ഞാൻ പറയാം. ഈ അല്ല, പ്രമാണമല്ലാതെ അല്ല പിന്നെ ഞാൻ പിന്നെ ഈ എന്നാ കൊണ്ടുവരാനാ? എന്റെ ഈ ഇരിക്കുന്ന ഇല്ല പ്രമാണമാണ്. ഈ ഏതെങ്കിലും പ്രമാണമല്ല, നിങ്ങളുടെ അല്ല പ്രമാണം കൊണ്ടുവരും. ഈ അല്ല പ്രവാചകന്മാരിൽ നിന്ന് ജിബ്രെ, സാധാ മനുഷ്യരിൽ നിന്നും ഞങ്ങളൊന്നും പ്രവാചകന്മാരെ പറഞ്ഞില്ലല്ലോ. വ്യത്യസ്തരാക്കുന്ന എന്താ അറിയോ? എന്റെ പൊന്നെ അങ്ങാതി, വേറൊരു അല്ല കാര്യം കൂടെ ഞാൻ നിങ്ങള് പറയട്ടെ. അല്ല നിക്ക് സാധാ നിക്ക്. മനുഷ്യരിൽ നിന്ന് നമ്മിൽ നിന്നൊക്കെ പ്രവാചകന്മാരെ വ്യത്യസ്തരാക്കുന്നത് എന്താണെന്നറിയോ? ആ എന്താണ് എന്താണ്? എല്ലാവരും പ്രവാചകന്മാരാവില്ലേ? പ്രവാചകന്മാർക്ക് വ്യതിരിക്തത എന്താ? സാധാ മനുഷ്യരിൽ നിന്നും അവർ മനുഷ്യരാണ്, ഉം. പക്ഷെ മനുഷ്യരിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ്? എന്താണ് എന്താണ് നിങ്ങൾ പറയും? പെണ്ണുപിടുത്താണോ? എന്താണ് എന്താണ് പറയൂ. ആ അപ്പൊ അത് ആ ആ ഒരു വ്യതിരിക്തത മനസ്സിലാക്കാതെ ഇപ്പൊ ഞാനും നിങ്ങളും പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞനുസരിച്ച് പ്രവാചകൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാരെ പോലെയാണെന്നുള്ളതാണ്. അതായത് ആ ഒരു ഇതിലേക്ക് എത്തി. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി എന്നാ മതി. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. മുഹമ്മദ് അല്ല താങ്കൾ തന്നെ പറഞ്ഞു, അതിന് താങ്കൾ ഉത്തരം പറഞ്ഞു കിട്ടണമെങ്കിൽ ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. മുഹമ്മദ് അത് ചെയ്തിട്ടുണ്ട്. അന്നേരം മുഹമ്മദ് പാപിയാണ്. അല്ല ഇനി നിങ്ങളെ ഈ ചോദ്യത്തിന് ഡയറക്റ്റ് വരണമെങ്കിൽ ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാവണം. പ്രവാചകന്മാരും സാധാ വ്യത്യാസം എന്ത് അല്ല വ്യത്യാസം? ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാപമല്ലേ? പ്രവാചകന്മാരും മനുഷ്യരും അല്ല അത് പാപമാണ്. പക്ഷെ അത് പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്കുകയാണ്. ഒന്ന്. രണ്ടാമത് പ്രവാചകന്മാരും സാധാ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രവാചകന്മാർക്ക് എന്താ? പിന്നെ ദൈവങ്ങൾ തെരഞ്ഞെടുത്തവരാണ് പ്രവാചകന്മാർ. ഈ ആ ദൈവങ്ങളോ? തെരഞ്ഞെടുക്കാനുള്ള അവരുടെ മാനദണ്ഡം എന്താ? അത് എന്തുകൊണ്ടാണ് അവരെ പിന്നെ പാപ സുരക്ഷിതരായിട്ട് തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലല്ല, വിഷയത്തിൽ നിന്ന് അല്ല അല്ല പറഞ്ഞു വിഷയത്തിൽ നിന്ന്. അല്ലല്ല, അല്ല എന്റെ വിഷയത്തിൽ ചോദ്യം നിന്നല്ല. ഇത്രേ ഉള്ളൂ. ഇപ്പൊ മുഹമ്മദ് ചെയ്തത് പ്രവാചകൻ ഏഴാം പാപമാണോ ആകാശത്ത് അല്ലയോ പോയിട്ടുണ്ട്. എന്നാണ് എന്റെ ചോദ്യം. അല്ല ഈ അതിന് മറുപടി തരൂ. പ്രവാചകന്മാർക്ക് സാധാ മനുഷ്യരിൽ നിന്ന് ഇല്ലാത്ത സവിശേഷതകളുണ്ട്. നിങ്ങൾ അംഗീകരിക്കുവോ? അല്ല, ഞാൻ ചോദിച്ചത് അത് നമുക്ക് അടുത്ത വിഷയമാണ്. എന്റെ വിഷയം ഇത്രേ ഉള്ളൂ. അല്ല മുഹമ്മദ് ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ അംഗീകരിച്ചാല് ഏർപ്പെട്ടു. അടുത്ത വിഷയത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അല്ല, പ്രവാചകന്മാർക്ക് ഇതൊന്ന് തീരട്ടെ. മനുഷ്യരില്ലാത്ത ഇത് സവിശേഷതകൾ. തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്തത് നമ്മൾ അപ്പൊ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരൊറ്റ ഭാര്യയല്ലാത്ത ചോദ്യം ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് മുഹമ്മദ് പാപം ചെയ്തതാണോ അല്ലയോ എന്ന് പറയൂ. അതാ ഞാൻ ചോദിക്കുന്നത്. പ്രവാചകൻ ഈ മുഹമ്മദ് നബി മാത്രമല്ല എല്ലാ പ്രവാചകന്മാർക്കും സാധാ മനുഷ്യരിൽ നിന്നും പ്രവാചകന്മാരെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താ നിങ്ങൾക്കറിയോ? എന്താണ് പാപം? ഇതേപോലെ ഭാര്യയല്ലാത്ത അതറിയോ? സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതാണ് വ്യത്യസ്തമായിട്ടുള്ള ഘടകം. ശരിയല്ലേ? നിങ്ങൾ മനസ്സിലാക്കിയ അതാണ്. ഞങ്ങൾ മനസ്സിലാക്കിയതല്ല, നിങ്ങളുടെ വാക്കിൽ അല്ല നിന്ന് ഞങ്ങളുണ്ടോ? മനസ്സിലായതാണ്. ഇതിൽ ഞങ്ങളുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയതല്ല നിങ്ങൾ പറയണ്ടേ. എല്ലാവരുടെയും അയ്യോ, ഇത് നിങ്ങൾ മുഹമ്മദ് ഏറ്റെടുക്കണം. ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതൻ തന്നെ പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങളുടെ വാക്കും അയാളുടെ വാക്കും അനുസരിച്ച് മുഹമ്മദ് വെറും പാപിയാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ബോധ്യം ചോദിച്ചത്. ഇവർ പറഞ്ഞൊക്കെ വിടി. നിങ്ങൾ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞു. ഈ അല്ല, ഞങ്ങളിൽ എന്റെ ആരൊക്കെയുണ്ട്? ബോധ്യത്തിൽ നിന്നല്ല, എല്ലാവർക്കും അറിയാം ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അത് പാപമാണെന്ന് അറിയാത്ത എല്ലാവർക്കും ഒരുപാട് അറിയാം. ആൾക്കാര് അങ്ങനെ അല്ല മുഹമ്മദ് ചെയ്തു, അവൻ മഹാപാപിയാണെന്നേ. അല്ല ഞാൻ ചോദിക്കുന്ന ഈ പ്രവാചകന്മാർ മുഹമ്മദ് നബി മാത്രമല്ല, ഈസാ നബി ആയാലും മൂസാ നബി ആയാലും മോശസ് ആയാലും യേശു പ്രവാചകനായാലും ഒക്കെ അതെ ഈ അതെ 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 അതെ. ആ ഞാൻ ഒരു കാര്യം പറയാം. ഖുറാന്റെ അകത്തുള്ള ആ 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞോ. ആ ഖുറാന്റെ അകത്തുള്ളവർക്ക് കഴിവുകേടും ഗതികേടും ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള പുസ്തകത്തിൽ ആൾക്കാരെ ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ വർത്താനം പറഞ്ഞുകൊണ്ട് വരരുത്. നീ മുഹമ്മദിന്റെ എന്തോ കാര്യം പറഞ്ഞ കഷ്ടം. മുഹമ്മദ് എന്ന് പറയുന്നയാള് ഞാന് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ വിശ്വസിക്കുന്ന ഖുറാൻ അനുസരിച്ച് നിങ്ങളുടെയും എന്റെയൊക്കെ ദൈവം ഒന്നാണ്. പിന്നെ മനുഷ്യന്മാർ ആണ്. തമ്മിൽ ഓക്കെ, സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഉണ്ടാവും. അതൊക്കെ ഓക്കെ, അതിപ്പോ മുഹമ്മദ് ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പാപമാണോ? കേട്ടോ. നിങ്ങളെ പ്രശ്നം എന്താന്ന് ഞാൻ ഇപ്പം പറഞ്ഞു. ഞാൻ ഇത് മുഹമ്മദ് ചോദ്യം പാപിയാണെന്നുള്ളത് വാറുസേട് അല്ല പറഞ്ഞു. അപ്പൊ മുഹമ്മദ് പ്രവാചകന്മാർ പാപിയാണെന്നുള്ളത് ഈ ഈസാ നബി അടക്കം മൂസാ നബി അടക്കം ഈ പ്രവാചകന്മാരുടെ വ്യത്യാസം എന്താണ്? സാധാ മനുഷ്യരിൽ നിന്നും അവരെ കാരണം അവരെക്കാളും വ്യതിരിക്തമാണ്. വെറും മോശമായിരുന്നു മുഹമ്മദ്. കാരണം ഇയാൾ പാപം ചെയ്തിട്ടുണ്ട്, ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പാപം ചെയ്തു. നിങ്ങൾക്ക് ഇപ്പൊ ഈ പിന്നെ മുഹമ്മദ് നബിന്റെ മാത്രമാണോ വിഷയം? ഞങ്ങളിപ്പോ ആദം നബി മുതൽ പുള്ളി മാത്രം. കാരണം ഈ പുള്ളിയാണല്ലോ ലോകത്ത് അന്ത്യപ്രവാചകനാന്നും അല്ല പറഞ്ഞുകൊണ്ട് കെട്ടി എഴുന്നേറ്റ് വന്നത്. ആദം അന്നേരം നബി ആ പുള്ളി മുതൽ തന്നെയാണ് ആദം നബി മഹാഭാവി മുതൽ എന്നുള്ളതാണ് വിഷയം.
ഈ പ്രവാചകൻ മുഹമ്മദ് അന്ത്യപ്രവാചകൻ എന്നുള്ളൂ, അവസാനത്തെ നബിയാണ്. അതല്ലാതെ അതിന് ആ മുമ്പുള്ള ഒടുക്കത്തെ പ്രവാചകന്മാരൊക്കെ നമ്മൾ നബിയാണ്, അംഗീകരിക്കുന്നു. ശരിയാണ്. ഒടുക്കത്തെ ഇനി ഒരു ഒടുക്കത്തെ വരാനില്ല. പിന്നെ ഇനി ഒടുക്കത്തായിട്ട് ഇനി എല്ലാ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പ്രവാചകന്മാരെയും ഈ ഞങ്ങൾ ഒടുക്കത്തെ അംഗീകരിക്കുന്നു. നബി എന്ന് പറയുന്ന നിങ്ങൾക്ക് ആള് നിങ്ങൾ ആ ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പുള്ളി ഭാവിയല്ലേ? അപ്പൊ അതാ പറഞ്ഞത്, നിങ്ങൾ ഈ കറങ്ങുന്നത് നേരത്തെ ഈ കലം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണിത്. നിങ്ങൾക്കത് ഈ അത് മുഹമ്മദ് അത് അതിനപ്പുറത്ത് നിങ്ങൾക്ക് ശരിയാണ്. കിടക്കാൻ കാലം കഴിയില്ല. കഴുകിക്കൊണ്ടിരുന്ന പെണ്ണിനെ വരെ വേറെ ഒരു പെണ്ണിനെ ആ കണ്ടപ്പോ കാമം തോന്നി നിങ്ങൾക്ക് വിളിച്ചുകൊണ്ടുപോയി. അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോ ഈ വിഷയം ചിന്തിക്കാനോ ഇതാണ്. അല്ല സംസാരിക്കാൻ കെ പി കഴിയില്ല. കെ പി ആ കേരള കെ പി, ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. ഭാര്യയില്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതെന്ന് പറയുന്നത് പാപമാണെന്ന് താങ്കൾ പറഞ്ഞു. അതിപ്പോ മുഹമ്മദ് പാപിയല്ലേ? അല്ല, ഇതിപ്പോ പണ്ടൊരാള് ചോദിച്ച പോലെയാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്. അതായത് നിങ്ങളങ്ങ് പണ്ടൊരാൾ സമർത്ഥിക്കുക. എന്ത് അപ്പൊ ചോദിച്ചെന്ന് എനിക്കറിയത്തില്ല, അത് താങ്കൾക്ക് അറിയത്തില്ല. അത് എന്റെ ചോദ്യം അത് ഇതാണ്, മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് ശാസ്ത്രം ഭാര്യയല്ലാത്ത സത്യമാണ്. സ്ത്രീയുമായിട്ട് ശാസ്ത്രം പിന്നെ സത്യമാണ്. അതിപ്പോ ഈ മുഹമ്മദ് അല്ല, അത് ലൈംഗിക കഴിഞ്ഞിട്ട് അടുത്ത ബന്ധത്തിൽ പറയുന്നത് ഏർപ്പെട്ടു എന്താണോ, എന്നുള്ളത് സത്യമാണോ? അടുത്തത് ഏഹ് അശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ശാസ്ത്രമാണെന്ന് തെളിയിക്കും, എന്നിട്ട് അത് സത്യമാണെന്ന് തെളിയിക്കും. ഞങ്ങൾക്ക് പറയാൻ അതായത് നിങ്ങളിപ്പോ മുഹമ്മദ് ഭാര്യയല്ലാത്ത സ്ഥാപിച്ചെടുക്കാൻ സ്ത്രീയുമായിട്ട് ലൈംഗിക നോക്കുന്നത്. ബന്ധത്തിൽ ഏർപ്പെട്ടു. ഉപ്പുമാങ്ങാന്ന് പറയുമ്പോ അപ്പുമാവെന്നല്ല കേൾക്കണ്ടത്. മുഹമ്മദ് ഭാര്യയല്ലാത്ത ആ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അല്ല, അപ്പോൾ നിങ്ങൾ മുഹമ്മദ് ഒരു ഇഞ്ച് അങ്ങോട്ട് പാപിയല്ലേ? മാറുന്നില്ല. നിങ്ങള് ആ വിഷയത്തിൽ മാറേണ്ട ഞാൻ കാര്യമില്ല. ഇതിന് വിഷയത്തിൽ മറുപടി ഞാൻ അങ്ങോട്ട്, ചോദിച്ചു, ഇതിന്റെ സംഭവം പ്രവാചകന്മാരെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് സാധാ വേണേ. മനുഷ്യരിൽ ഇഞ്ചല്ല, നിന്നും ഞാൻ പറയുന്നത് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? സെന്റിമീറ്റർ എന്നല്ല, നമ്മൾ കിലോമീറ്റർ തന്നെ മാറി നിൽക്കുക, ഒരു കുഴപ്പമില്ല. മുഹമ്മദ് പാപിയാണെന്നുള്ള കാര്യം ഉറപ്പായില്ല. കാരണം ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് മുഹമ്മദ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ശരിയല്ല? അന്നേരം ഇപ്പൊ പാപിയല്ലേ? ഈ ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് ആവർത്തിക്കാനുള്ളൂ. ഞാൻ ചോദിച്ചത് ഇതിന്റെ ഉത്തരമാണ് ഞാൻ പറയണത്. ഉം, പ്രവാചകന്മാരെ സാധാ മനുഷ്യരിൽ നിന്നും നമ്മെപ്പോലുള്ള ഉം. സാധാരണക്കാരിൽ നിന്നും പ്രവാചകനെ വ്യത്യസ്തമാക്കുന്ന ഘടകം അത് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത് തന്നെ വ്യഭിചാരം പറയുന്നത്. ചെയ്യാന്ന് പറഞ്ഞ് ആ വ്യത്യസ്തനാക്കി അല്ലേ? അപ്പൊ നിങ്ങൾ അതേ പറയണത്, നിങ്ങളുടെ പിന്നെ എന്താ പറയാ, ആ വിഷയത്തിലുള്ള ഏറ്റവും വലിയ ഉം. മൂലധനം അജ്ഞതയാണ്. ഈ അജ്ഞത അജ്ഞതയല്ല, വെച്ചിട്ടാണ് ഈ നിങ്ങൾ ഇവൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ കമന്റ് ബോക്സ് മഹാവ്യഭിചാരിയാണെന്നുള്ളതാണ് നോക്കൂ. ഏറ്റവും വലിയ കമന്റ് മൂലധനം. കാരണം ബോക്സിലൊക്കെ മുഹമ്മദ് ഈ വ്യഭിചാരിയാണെന്ന് വിറകി പറയുന്നു. വെക്കുന്നത്, അല്ല, കമന്റ് ബോക്സ് കിടന്ന് വിറകണ കണ്ടില്ലേ? നിങ്ങളൊക്കെ സംസാരമൊക്കെ കമന്റ് ബോക്സ് ഞാൻ നിങ്ങൾക്ക് നോക്കാറില്ല, ഞാൻ അല്ല, താങ്കളെ തന്നെ നിങ്ങളുടെ ശ്രദ്ധിക്കാറുള്ളൂ. എനിക്ക് വിദ്വേഷവും കമന്റ് വെറുപ്പും. ബോക്സിലേക്ക് നോക്കണ്ട. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ആ മുഹമ്മദ് വ്യഭിചാരിയാണോ? വ്യഭിചാരം ചെയ്തോ? അപ്പൊ നിങ്ങൾ ഈ ചോദ്യത്തിൽ നിന്ന് അവിടെ എത്തി. അതായത് ഒരു പാവം പോലും ചെയ്തിട്ടില്ല, ഇത് ഒരു എന്താ പാവമല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല എന്നതിൽ നിന്ന് നിങ്ങൾ ഇതിലേക്ക് എത്തി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ല. അതായത് പ്രവാചകന്മാരും ആ സാധാ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സാധാ മനുഷ്യരും എന്തുകൊണ്ടാണ് അവരെ ഞാൻ പ്രവാചകന്മാരായി പറഞ്ഞുതരാം. ഇത് തെരഞ്ഞെടുത്തത്? ശ്രദ്ധിച്ചു കേട്ടോ. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തത്? സാധാ മനുഷ്യരും പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സാധാ മനുഷ്യർ എന്ന് പറയുന്നത് ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവുകയില്ല. കാരണം എന്ന് വെച്ചാൽ അത് ആ പാപമാണെന്ന് സാധാ അപ്പൊ മനുഷ്യർക്ക് അറിയാം. എന്നാൽ മുഹമ്മദ് എന്ന് പറയുന്ന, നിക്ക് ഞാൻ ആ പറയും, താങ്കൾ എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞു. എന്നാൽ ആ മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പ്രവാചകൻ ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ഓക്കെ അല്ലേ? അപ്പൊ അതേ പറഞ്ഞ നിങ്ങൾക്ക് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഇപ്പൊ ഈ വിഷയട്ടപ്പോ ഞാൻ അന്തം വിട്ടു. ഏത് ഈ പിന്നെ അന്തം വിട്ട് സമൂഹത്തിൽ കുന്തം ഒരുപാട് വിഴുങ്ങിട്ടൊന്നും ഒരു കാതലായ കാര്യമില്ല. പ്രശ്നങ്ങളുണ്ട്. മുഹമ്മദ് അല്ല, മഹാപാവിയാണെന്ന് ഈ ഞാൻ പറയല്ല. അതേ കേട്ടോ. അല്ല, സമൂഹത്തിൽ ഒരുപാട് കാതലായ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് നെറിപ്പോടുകളുണ്ട്. എന്നിട്ടൊക്കെ അത് നിങ്ങളെ പ്രശ്നം കേൾക്കട്ടെ, ഇതൊന്നും അറിയാല്ല. അത് കേൾക്കൂ. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രവാചകന്റെ കാലം മുതൽ ഇന്ന് വരെ നിങ്ങൾ തുടങ്ങുന്ന വിഷയം അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. വൃത്തിയേട്ടൻ, ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ അല്ല ഏർപ്പെട്ടെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞതല്ല അല്ല കേട്ടോ. നിങ്ങളിപ്പോ ഏ അതാണോ നിങ്ങളെ പ്രശ്നം? അതായത് നിങ്ങളത് വായിച്ചിട്ട് നിങ്ങളങ്ങ് ഹഫ്സ ഇത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് ഒരു പ്രവാചകൻ മിനിറ്റ് തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. നിങ്ങൾ ആ ദിവസം സത്യത്തിൽ ഹഫ്സ അല്ല, ഒരു റളിയല്ലാഹു മിനിറ്റ് അൻഹയുടെ ഒന്ന് ദിവസമാണ്. മുഴുവനാക്കട്ടെ. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട അല്ല, ദിവസമാണ്. ഇതൊന്ന് മുഴുവനാക്കട്ടെ, ഞാൻ ഒന്ന് ഹഫ്സയുടെ പറയട്ടെ. വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഇതൊരാൾ മ്യൂട്ട് ഹഫ്സ ആക്കണേ. തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇത് രൂപത്തിൽ മ്യൂട്ട് തന്റെ ആക്കാൻ ഒരാൾ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ ഹലോ, അറിഞ്ഞപ്പോൾ മ്യൂട്ട് ആക്കാൻ സ്വാഭാവികമായും ഒരു ഞാനായിരുന്നു ഒറ്റ ആട്ടോട് കാട്ടിയാണ്. ഇതേ മനസ്സിലായോ? മ്യൂട്ട് ആക്കാൻ ഒരാൾ കൂടി. കുഞ്ഞെ, ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെയൊക്കെ അതല്ല, ഇസ്ലാമിക പണ്ഡിതന്മാര് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഭാര്യ ഇല്ലാത്ത സമയത്ത് അവിടെ ഉള്ള ഒരു നിങ്ങളെ സ്ത്രീയുമായിട്ട് ലൈംഗിക കാര്യം ബന്ധത്തിൽ ആലോചിക്കുമ്പോ ഏർപ്പെടും. അപ്പൊ നിങ്ങൾ സങ്കടമുണ്ട്. ആദ്യമേ സത്യം പറഞ്ഞതുപോലെ മുഹമ്മദ് സങ്കടമല്ല, പാപിയാണെന്നേ. സഹതാപം. നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോ ശരിയാണ്. സഹതാപമല്ല, അനക്ക് സങ്കടമല്ല. ഇങ്ങനെ അടിമസ്ത്രീയെ കിട്ടാത്തതിന്റെ സങ്കടവും സഹതാപവും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ എത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ചോദിച്ചു, കാര്യത്തില് ഭാര്യ, നിങ്ങൾ ഇല്ല, ഇങ്ങനെ ഒരു മിനിറ്റ്, ഭാര്യ അല്ലാത്ത അല്ല, ഒരു നിങ്ങൾ ഈ സ്ത്രീയുമായിട്ട് ഛർദിക്കുന്ന വിഷയം, നിങ്ങൾ ഈ മാലിന്യങ്ങൾ ഇതിങ്ങനെ കേട്ട് ചിരിക്കാനും
കൈ കൊട്ടാൻ ആളുകൾ. അത് സഹതാപം കാണട്ടെ, എന്ന് ഞങ്ങൾ ഈ ആ, പറഞ്ഞാൽ മാലിന്യം കേട്ട് 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 മടുത്തു. ഈ മാലിന്യം അത് വായിച്ച് ഞാൻ ഒരു വായിച്ച് കാര്യം പറയാം, മാലിന്യം ഇനി മടുത്തു. ഉസ്താക്കന്മാര് പറഞ്ഞ മാലിന്യം നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ വെറുതെ ഈ ഓവർ വോയിസ് ഇനി ടൈം ഇടിപ്പിക്കരുത്. പണിയെടുക്കുന്നതിന് കെ നിങ്ങൾ പി ഈ മാർക്ക് ഓവർ ടൈം 100% തരും. പണിയെടുക്കുന്നതിന് ഞങ്ങൾ ഈ നിങ്ങളുടെ കൂലി മാലിന്യം എങ്ങനെയാണ്? വായിച്ച് മടുത്തു. ഈ അല്ല ഞങ്ങൾ ഈ അല്ല ഒരു മിനിറ്റ്, നിങ്ങളെ ഞങ്ങൾ ഈ ഓവർ നിങ്ങളെ ടൈം കൂലി പണിയെടുക്കുന്നതിന് ഒരു മിനിറ്റ് കുഞ്ഞെ ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾ ഈ ഓവർ ടൈം പണിയെടുക്കുന്നതിന് മുൻകീറിന്റെ നക്കീറിന്റെ അടി മേടിക്കാൻ പറ്റത്തില്ല. കാരണം മുഹമ്മദ് ഇപ്പൊ കുഴി കിടന്ന് നല്ല രീതിയിൽ ചെണ്ട പൊട്ടുന്ന കണക്ക് അടി മേടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അടി മേടിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കുഞ്ഞിനോട് പറയാണ്, മുഹമ്മദ് ഇപ്പൊ മഹാഭാവി ആയതുകൊണ്ടാണല്ലോ കുഴി കിടന്ന് അടി മേടിക്കുന്നത്. പാപിയാണെന്ന് തെളിയിക്കുകയാണ്. കാരണം താങ്കളോട് ഞാൻ ചോദിച്ചു, ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണോ എന്ന് ചോദിച്ചപ്പോ താങ്കൾ അതേന്ന് പറഞ്ഞു. ഇതേ ഞാനത് കേൾപ്പിക്കുക, ഇത് ഞാൻ പറഞ്ഞല്ല, ഹാരിസ് മദനി എന്ന് പറയുന്ന ഉസ്താദും ഒരു മുജാഹിദിന്റെ ഉസ്താദും കൂടെ ചേർന്ന് നിന്നോട്ട് പറയുന്ന കാര്യമാണ്. അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മുഹമ്മദ് അപ്പൊ പാപിയാണ്, നിങ്ങൾക്ക് മഹാപാപിയാണെന്ന് മുജാഹിദിന്റെ അല്ലെങ്കിൽ തെളിയിച്ചത്. ഹാരിസ് മദനി മുജാഹിദിന്റെ ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അവർ പറഞ്ഞതൊക്കെ അതോ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എന്നാ വിശ്വസിക്കും? ഒരു എങ്ങനെയാണത്? കാര്യം ചെയ്യ, അല്ല 66-ന്റെ നിങ്ങൾ 1 ആയത്തിറങ്ങാനുള്ള അവരെയാണ് സാഹചര്യം അങ്ങ് അല്ല പറഞ്ഞേരി. എന്നാ ശരി, നിങ്ങൾ ഉസ്താദിനെയൊക്കെ അങ്ങ് നിങ്ങൾ കളഞ്ഞേര്. അല്ല ഉസ്താദിനെയൊക്കെ കളഞ്ഞിട്ട് മുജാഹിദിന്റെ ഉസ്താദിനെ 66-ന്റെ നിങ്ങൾ ഖുറാൻ 66-ന്റെ 1 ആധികാരികമായി ഖുറാൻ എടുക്കുന്നു. ഞാൻ പറയുന്നത് MM അക്ബർ കള്ളു കുടിച്ച് പൂക്കുറ്റിയായിട്ട് കിടക്കുന്നവർക്ക് എന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അല്ല ഈ നിങ്ങളോട് എങ്ങനെ എന്തുവാ അല്ല എന്റെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് ഇവരെന്താണ് ഇത്? ഒരു ഞാൻ മുഹമ്മദിനെക്കാളും ബാധയാണോ ഇതിന്? ഒരു ഞാൻ കല്ലെടുത്ത് ഈ ചുട്ടുപിടി. മൈക്ക് ഞാൻ മ്യൂട്ട് ഞാൻ ചെയ്യ്. ചുട്ടുപിടി. ഞാൻ എങ്ങനെ ഞാൻ ഒരു കല്ലിന്റെ കൈ സംസാരിക്കട്ടെ, ഞാൻ ചുട്ടുപിടി. പറയാന്ന് മറുപടി പറയാന്നേ. കെ പി ഒരു കല്ലെടുത്ത് കൈ ചുട്ടുപിടി. കടങ്ങടങ്ങടങ്ങട അല്ല താഴ്ത്തു വിടും. താഴ്ത്തു പോയ ഈ 66-ന്റെ 1 എന്തിനാന്ന് ചോദിക്കുമ്പോ അതിട്ട് സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്നവരോട് പറയാണ്, വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ തമ്മിൽ തെറ്റല്ലേ. ഇത് ഈ കാക്കാമാർക്ക് വായിക്കാന്നുണ്ടെങ്കിൽ അവന്മാർക്ക് വന്ന് സംസാരിച്ചാൽ പോരെ. ഞാൻ പറയുന്നു മുഹമ്മദിന്റെ ഈ ഹാരിസ് മദനിയും ഈ മുജാഹിദ് എന്റെ കൂട്ടത്തിലുള്ളവനും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ. അവരെ നിങ്ങൾ പണ്ഡിതന്മാരായിട്ട് കാണുന്നുണ്ടല്ലോ. ഖുറാന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പണ്ഡിതന്മാർക്ക് പ്രത്യേക പദവി ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് പൊക്കോട്ടെ. ഇനി അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കാലുമടക്കി അടക്കി 2 എണ്ണത്തിനെ ഓടിച്ചു വിടും. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ന്യൂനതകളെ മറച്ചു വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഈ 2 അവന്മാരുടെയും തലയ്ക്ക് തുണി ഇട്ട് നമുക്ക് അവരെ ഓടിച്ചു വിടാം. എന്റെ ചോദ്യം, ഈ 66-ന്റെ 1 ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്നൊന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തീർന്നില്ലേ? വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ കയറി ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും മുഹമ്മദ് പാവി എന്നല്ല മഹാഭാവിയാണെന്നുള്ളത് തെളിയിച്ചു തരാം കേട്ടോ. അതിന് വലിയ ഇതൊന്നും വേണ്ട, വലിയ പഠിപ്പീരിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ അറിയോ, ഖുറാന്റെ അകത്തൊന്നും ഹദീസിന്റെ അകത്തൊന്നും ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. ഈ 66-ന്റെ 1 ഇറങ്ങുന്നതിന് മുമ്പ് 47-ന്റെ 19 പറയുന്നുണ്ട്, നിന്റെ പാപത്തിൽ നീ പാപമോചനം തേടുക സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്ക് വേണ്ടിയും. അല്ല കെ പി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഈ വിഷയത്തിലെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് പാപം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ 47-ന്റെ 19 വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നിന്റെ പാപം ഒരു അള്ളാഹു മലക്കൊഴിയെ പറയുന്നുണ്ട് നമ്മുടെ പ്രവാചകന് ഭ്രാന്തില്ലാന്ന്. ബുഖാരിക്കകത്താണെങ്കിൽ കുത്തിയിരുന്ന് പുള്ളി പറയാ ഭ്രാന്തിൽ നിന്ന് എനിക്ക് രക്ഷ തരണേന്ന്. അപ്പൊ അള്ളാഹുവിന്റെ വാക്കിന് ഈ പുള്ളി ഒരു വിലയും കൊടുത്തിട്ടില്ലേ? എന്നോട് എന്റെ ദൈവം പറയടാ നിനക്ക് പനിയില്ല, പിന്നെ ഞാൻ പനി മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ദൈവത്തിനെ നിന്ദിക്കുന്നതിന് തുല്യമല്ലേ? ആ പുള്ളിയോട് ഖുറാന്റെ അകത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവാചകന് ഭ്രാന്തില്ല. മുഹമ്മദ് അത് കേട്ട ഭാവില്ല. പുള്ളി എന്ത് ചെയ്തു? അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് പറയാണ് എന്നെ ഭ്രാന്തിൽ നിന്ന് എനിക്ക് രക്ഷ തരണേ. പിന്നെ ആനപ്പനിയിൽ നിന്ന് രക്ഷ. ഇതെന്താ ഈ ആനപ്പനി? അപ്പൊ ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുത്, മനസ്സിലായോ? അതുകൊണ്ട് കെ പിയോട് പറയാണ് കണ്ടംപഴി പൊക്കോന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോ കെ പിയുടെ ഫുൾ ഫോം. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടംപഴി പായേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അവന് പേരിട്ടിരിക്കുക കണ്ടംപഴി പായാൽ. വിട്ടുപോകും എല്ലാം ആവേശികമാണ് ഉടായ്പായിട്ട് അജീഷ് വന്നിരിക്കുന്നത്. എല്ലാം അതാണ് ആവേശികമാണ്. ഞാൻ ചിന്തിക്കുന്നത്. പാപം അങ്ങനെ